ഇപ്പൊ നരസിംഹത്തിനകത്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി എന്ന് പറയുന്ന പോലെ ആ ഒരു അത് പറഞ്ഞിട്ട് ആ സിംഹത്തിന്റെ ഇന്റർകട്ട് കാണിക്കുമ്പോഴാണല്ലോ അതിനകത്ത് പഞ്ച് വരും. ജില്ലയൊക്കെ ചെയ്ത ടൈമില് ജില്ലയിലൊക്കെ വിജയ് സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലീഡ് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഏത് സ്കെയിലിൽ വെച്ചാലും അത് വർക്കാവും. ഈ ചോട്ടാ മുംബൈയില് വിജയരാഘവന്റെ മേർഡർ നടക്കുന്ന സീക്വൻസ്, ചോട്ടാ മുംബൈ ഒക്കെ ഷൂട്ട് നടക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ കലൂർ ഒരു സ്റ്റുഡിയോയിലുണ്ട്. അവിടെ രാത്രി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു, അൻവർ ഷൂട്ട് കഴിഞ്ഞ് രാത്രി വരുന്നു, നമ്മൾ റഷ് ഓർഡർ ചെയ്ത് കാണുന്നു. ഈ ടൈഗർ സിനിമയുടെ ഒരു പോസ്റ്റ് റിലീസിലൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയ വളരെ സജീവം സമയത്തേക്കാണ് ഈ എൻസൈക്ലോപീഡിയ സീക്വൻസ് തന്നെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്ന ഫിലിമാണ്. നമുക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മുടെ തീർച്ചയായിട്ടും ഈ ഡബിൾ ആക്ഷൻ ചെയ്യാന്ന് പറയുന്നത് അന്ന് കുറച്ച് പാടാണ്. അതിന്റെ ഫസ്റ്റ് ഒരു ഇപ്പം നമ്മുടെ അതിന്റെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിന് അതിന്റെ ഒരു USP ആയിട്ട് പറയുന്നത് ഡാർക്ക് വെബ് എന്നുള്ള ഒരു കണ്ടന്റ് ആണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. റൊഷാഖ് ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. ഞാനുള്ള എഡിറ്റും എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തൊരു ഫിലിമാണ്. നമ്മുടെ ഉള്ളിലൊരു പ്രേക്ഷകനുണ്ടല്ലോ എഡിറ്ററിൻ്റെ ഉള്ളിൽ. അപ്പൊ അതില് ഇപ്പൊ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ആംഗിളിലായിരിക്കും ഞാൻ അതിനെ എഡിറ്റ് ചെയ്യുന്നത്. വെൽക്കം ഡോൺ മാക്സ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മളിപ്പോഴും ഓരോ ടെക്നീഷ്യനായിട്ട് പറയുമ്പോഴും അവർ ചെയ്ത വർക്കുകളിൽ ഒരു ഒന്നിലധികം വർക്കുകൾ നമ്മുടെ തലയിൽ ഫ്ലാഷ് കട്ട് പോലെ കയറി വരുമല്ലോ. ഒരു ആക്ടർ ആണെങ്കിൽ പല ക്യാരക്ടേഴ്സ് ആയിരിക്കാം, മ്യൂസിഷ്യൻ ആണെങ്കിൽ പാട്ടുകളായിരിക്കാം. ഒരു എഡിറ്റർ വരുമ്പോൾ നമുക്ക് ആ ഹോൾ വിഷ്വലിലാണ് നമ്മൾ സിനിമ ഇങ്ങനെ മാറി മാറി മനസ്സിലേക്ക് വരുന്നത്. എനിക്കത് ലോക്കാവുന്നത് ഈ ടൈഗർ കാണുന്ന സമയത്തേക്ക് ഈ ടൈറ്റിൽ വരുമല്ലോ, പേര് എഴുതി കാണുന്ന സമയത്തേക്ക് എഡിറ്റർ എന്നുള്ളായിരുന്നു. കട്ട്സ് ഡോൺ മാക്സ് എന്നുള്ള രീതിയിലാണ് തുടങ്ങുന്നത്. ഈ ആദ്യത്തെ ഇൻഡിപെൻഡൻറ്റ് പടം ആസ് എൻ എഡിറ്റർ, ആ സിനിമയുടെ തന്നെ ടോട്ടൽ വിഷ്വൽ ലാംഗ്വേജ് പുതിയതായിരുന്നു. എഡിറ്റിൻ്റെ സ്പീഡ്, വിഷ്വലി കുറേ ഹാൻഡ് ഹെൽഡ് മൂവ്മെൻറ്റ്സ്. ടൈഗർ ഫ്രഷ് വാച്ച് ഉണ്ട് കോണ്ടന്റിൻ്റെ അപ്പുറത്തേക്ക് വിഷ്വലിൽ. ഡോൺ ആസ് എൻ എഡിറ്റർ ടൈഗറിൻ്റെ പാർട്ടാവുന്നത് അതിൽ ഒരു കോൺഫിഡൻസ് അച്ചീവ് ചെയ്യുന്ന പോയിന്റ് ഒരു ഫുൾ ഔട്ടിന് ശേഷമാണോ, ഇത് തുടങ്ങുമ്പോഴാണോ, ഒരു ഫസ്റ്റ് കട്ടിലാണോ, എവിടെ ശരിക്കും ഒരു ആസ് എൻ എഡിറ്റർ ഓക്കെ ഇതെൻ്റെ ഒരു അച്ചീവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ? ടൈഗർ ചെയ്യുന്ന ടൈമിൽ ഞാൻ വീഡിയോ എഡിറ്ററായിരുന്നു. അതിൽ നിന്ന് ഫസ്റ്റ് ഫിലിമാണ് എൻ്റെ ടൈഗർ. അപ്പം നമ്മൾ അങ്ങനെ ഒരു ടോട്ടൽ ഒരു പുതിയൊരു വേൾഡിലേക്കാണ് ഞാൻ ഇത് ശരിക്കും പറഞ്ഞാൽ മാറുന്നത്. അങ്ങനെ ഷാജി സാറ് എനിക്ക് ഓഫർ തരുന്നു. ഞാൻ അതിന് മുമ്പ് നാട്ടുരാജാവ് എന്ന് പറഞ്ഞ മൂവിയുടെ ട്രെയിലർ ചെയ്തിട്ടുണ്ട്. ഇത് വീഡിയോ എഡിറ്റ് പോലെ അല്ല ഫിലിം എഡിറ്റ് എന്നുള്ളത് നമ്മൾ ആക്ച്വലി ആ ടൈമിൽ നമുക്ക് ആക്ച്വലി ഞാൻ ഒരു ഫിലിം സ്കൂൾ ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല. അപ്പോൾ നമ്മളത് എല്ലാം ഈ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പഠിച്ച ഒരു ക്രാഫ്റ്റാണത്. അപ്പോൾ ഇതിൽ ചെല്ലുന്നു, ഇങ്ങനെ ഒരു ഫിലിം അത് സ്പോട്ട് എഡിറ്റ് ചെയ്യുന്നു ആദ്യമായിട്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഒരു ഫിലിം ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റ്, ഇതിൻ്റെ ഒരു ടെംപ്ലേറ്റ് പഠിക്കുമായിരുന്നു ആ ഫിലിം ശരിക്കും. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ സാറ് അതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഫ്രീഡം തന്നു ആ ഫിലിം ചെയ്യാനായിട്ട്. സാറിൻ്റെതായ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ ക്രാഫ്റ്റിലും എന്നെ കൂടെ നിർത്തി. അപ്പം അങ്ങനെ ആ ഒരു ഫിലിം ആക്ച്വലി ഞാനൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ കം എഡിറ്റർ എല്ലാം കൂടെയാണ് ആ ഫിലിം വർക്ക് ചെയ്തത്. അപ്പം അതിൽ ഈ പറഞ്ഞ അതിൻ്റെ ഒരു ഫസ്റ്റ് എഡിറ്റ് കഴിഞ്ഞ് ടൈം നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷനുണ്ട്. കാരണം ഓഫ് കോഴ്സ് നമുക്കൊരു റെഫറൻസ് ഇല്ല നോക്കാനായിട്ട്. എങ്ങനെ ഒരു ഫിലിം കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് പ്രോപ്പറായിട്ടില്ല. നമുക്ക് അങ്ങനെ ആക്സസ് ചെയ്യാനും പാടാണ് അങ്ങനത്തെ ആൾക്കാരെ അറ്റൻഡ്. ഒന്നെങ്കിൽ അത് ചെന്നൈയിലായിരിക്കും, അവർ സീനിയേഴ്സാണ്, അല്ലെങ്കിൽ ബോംബെ ആണ്. അപ്പം ഞാനിങ്ങനെ ബോംബെക്ക് പോകുന്നു. ബോംബെ ചെന്ന് അവിടെ ഒരു എഡിറ്ററുമായിട്ട് സംസാരിക്കുന്നു. പുള്ളിയോട് ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. ഇതാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളൊരു ഇത് പ്രോസസ്സിൽ പോകുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് വഴി അതിൽ പോകുന്നത് ടൈഗറിന്. അതിനുശേഷം ഇതിൻ്റെ ഒരു ഫസ്റ്റ് കട്ട് കഴിഞ്ഞു, ഡബ് കഴിയുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെ നമുക്ക് ഒരു ഫീഡ്ബാക്കുകൾ കിട്ടാൻ തുടങ്ങിയാണ് അതിൻ്റെ ഒരു ഇതാണ്. പിന്നെ അതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോൾ ട്രാൻസിഷൻസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് സ്ക്രീൻസ്, അതൊക്കെ ആ ടൈമിൽ ഇപ്പോൾ 23 വർഷം ഉണ്ടായി. അപ്പം അന്ന് അത് ഭയങ്കര ഇതാണ്, പാടാണ്. മീൻസ് ടെക്നിക്കലി നമുക്കത് അച്ചീവ് ചെയ്യാൻ പാടാണ്, എക്സ്പെൻസീവ് ആണ്. അത്ര എളുപ്പമല്ലായിരുന്നു അല്ല അച്ചീവ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് ബഡ്ജറ്റ്, നമുക്കന്ന് ഒരു VFX എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പോലെ ആ ഒരു ഇപ്പം നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം അല്ലെങ്കിൽ ഒരു സ്മോൾ ഫീച്ചർ നമുക്ക് VFX ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കറിന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷെ അന്ന് അത് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന് ഹൈ എൻഡ് സിസ്റ്റം വേണം, അല്ല അങ്ങനത്തെ ഒരു സപ്പോർട്ട് വേണം. ആ ഒരു ടൈമിലാണ്
അങ്ങനത്തെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് നമുക്ക് അതിനകത്ത് പ്രാക്ടിക്കൽ ചലഞ്ചസ് ഉള്ളത്. നമുക്കത് ഇത് എങ്ങനെ ഇത് അന്ന് ഫിലിമാണല്ലോ, നമുക്കത് എങ്ങനെയാണ് ഇതിലേക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലാബിൽ പോയി നിൽക്കുന്നു, ഇതിന്റെ ട്രാൻസാക്ഷൻസ് ഡിസോൾവ് ഇട്ടാലും നമ്മളത് ഫിലിമിലേക്ക് റീവർക്ക് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവര് പ്രോസസ്സ് ചെയ്ത് ഒരു ഫിലിമിന് പിടിച്ചോന്ന് പറഞ്ഞ ഫിലിം തരുന്ന ആ റോളുമായിട്ട് നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞ് അതിനെ ടെലിസിനെയായിട്ട് ടേപ്പിലേക്ക് മാറ്റുന്നു, അതിനെ ഡിജിറ്റൈസ് ചെയ്തിട്ട് പിന്നെ സിസ്റ്റത്തിൽ കയറ്റുന്നു. ഇത്രയും വലിയൊരു പ്രോസസ്സിലാണ് നമ്മളത് ടൈഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടും അങ്ങനെ ചെയ്ത് ലാസ്റ്റ് നമ്മൾ ഫൈനലിൽ കാണുന്നു. നമ്മളും എൻ്റെ ഹോം ടൗണിൽ പോയിട്ട് അവിടെ ഫസ്റ്റ് ഷോ കാണുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിലാണെങ്കിൽ ടൈഗർ കാണുന്ന സമയത്താണ് ഈ പേസ് സെറ്റിംഗ് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. സിനിമയിൽ ബാക്ക് ടു ബാക്ക് ഈവൻറ്റ്സ് നടക്കാണ്, ഇത്രയും ആക്ടേഴ്സ് ഇത്രയും ക്യാരക്ടേഴ്സ് വന്നും പോയി നിൽക്കുന്നുണ്ട്. അവിടെ ഈ ബ്രീത്തിങ് സ്പേസ് അധികം ഫോക്കസ്ഡ് അല്ല, ഈ സ്പീഡ് കീപ്പ് ചെയ്ത് സ്റ്റോറി ടെല്ലിങ്ങിലാണ് കംപ്ലീറ്റ് ഫോക്കസ് ഇരിക്കുന്നത്. സ്പെഷ്യലി ക്ലൈമാക്സ് റിവീലിംഗ് പോയിന്റ് ഒക്കെ കട്ടായിട്ടാണല്ലോ പോകുന്നത്. ഒരു ഹോൾഡിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നില്ല. അത് ചെറിയ ചലഞ്ച് ഉണ്ടായിരുന്നില്ല. ഇത് ആളുകൾ അത് ആക്സെപ്റ്റ് ചെയ്യണം, അവർക്കത് പ്ലീസിങ് ആയിരിക്കും, അങ്ങനത്തെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എപ്പോഴും. അത് സാറിന്റെ സപ്പോർട്ടാണ് അതിന് കാരണം. അത് അങ്ങനെ ഒരു സംഭവം. ഇപ്പം എന്താ എഡിറ്ററായിട്ട് ഞാൻ ഏത് എഡിറ്ററായിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള ഒരാളാണല്ലോ എൻ്റെ ഒരു മാസ്റ്റർ. അയാളുടെ ഒരു ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഒരു എഡിറ്റർ സിനിമ ഉണ്ടാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കില്ല. കാരണം അത് എപ്പോഴും ഫിലിം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ ഫിലിം തന്നെ, അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെക്നീഷ്യൻസ് ആണ്. ആ ക്രാഫ്റ്റിൽ നമ്മൾ ചിലപ്പം നല്ലതായിരിക്കും, എങ്കിലും ഒരിക്കലും അതൊരു ഫുൾ ഡയറക്ടർ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ സാറിൻ്റെ ആ ഒരു ഡിസിഷൻ, സാറിപ്പം നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ സാറിന് ആക്സെപ്റ്റ് ചെയ്യുന്നു, സാർ ഒക്കെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് അത് ചെയ്യാൻ പറ്റിയത്. ഈ ഡയറക്ടറേറ്റ് പറഞ്ഞതുകൊണ്ട് ഉറപ്പായിട്ടും അച്ഛനെ വേണ്ടി സംസാരിക്കണം. 10 കൽപ്പനകൾക്ക് ശേഷം വരുന്ന രണ്ടാമത്തെ ഡയറക്ടോറിയൽ സിനിമയാണ് അച്ഛൻ്റെ ജേണി ഇച്ചിരി ലോങ് ആയിരുന്നു. അനൗൺസ്മെന്റ് ടു റിലീസ് ആവാൻ നിൽക്കുന്ന ഈ പോയിന്റ് വരെയുള്ള ജേണി വലുതാണ്. സ്റ്റിൽ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിനെ ഇപ്പം ഈ ഇന്റർവ്യൂ തൊട്ട് മുന്നേ വരെ DIയിൽ ഇരുന്ന് അതിനെ ഈ മിനുക്കിക്കൊണ്ടാണ് വരുന്നത്. എന്താണ് ശരിക്കും അച്ഛനെ കുറിച്ച് എന്താ പറയാനുള്ളത് പ്രേക്ഷകരുടെ? അതിൻ്റെ ഫസ്റ്റ് ഒരു ഇപ്പം നമ്മുടെ അതിൻ്റെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിന് അതിൻ്റെ ഒരു USP ആയിട്ട് പറയുന്നത് ഡാർക്ക് വെബ് എന്നുള്ള ഒരു കണ്ടന്റ് ആണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ ഇത് ആ ഒരു സെഗ്മെന്റിൽ ഇപ്പം നമുക്ക് ടെക്നോ ത്രില്ലറുകൾ അല്ലെങ്കിൽ സൈബർ ക്രൈം ബേസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ ഈ ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് എലമെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഫിലിംസ് കുറവാണ്. അപ്പം അത് നമുക്കത് എങ്ങനെ ആ ഒരു കണ്ടന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനകത്ത് എങ്ങനെ നമുക്കത് ഒരു പുതിയതായിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ഫിലിം ടോട്ടൽ വേറെ ജോണ്ട്, അപ്പോൾ അതിനേക്കാൾ മാറി വേറെ ഒന്നും ചിന്തിക്കാം എന്നുള്ള ഇതിലാണ് ഈ ഇതിൽ വന്നത്. അങ്ങനെ 2-3 സബ്ജക്റ്റുകൾ ഈ കോവിഡ് ടൈമിലൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെയാണ് അറ്റിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അറ്റിനകത്ത് എനിക്കൊരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിതൊരു ടോട്ടൽ വേറെ ഒരു വിഷ്വൽ പാറ്റേൺ അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റൈൽ ഓഫ് പരിപാടിയായിട്ട് പിടിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആദ്യം തന്നെ സ്ക്രിപ്റ്റിംഗ് ടൈമിൽ തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് സ്ക്രിപ്റ്റും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എനിക്കന്ന് ചെറിയ ഫൈൻ ട്യൂൺസ് ഒക്കെ ലൊക്കേഷനിൽ മാത്രമേ ചില ഫൈൻ ട്യൂണിങ്ങുകൾ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ഫോളോ ചെയ്തിട്ടുള്ള ഇതാണ്. ബേസിക്കലി ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം പോലത്തെ ഫിലിമാണ്, ഒരു വലിയ ബഡ്ജറ്റ് ഫിലിം അല്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഡാർക്ക് വെബ് അല്ലെങ്കിൽ അതിൽ നടക്കുന്ന ക്രൈംസ്, ഇപ്പോൾ അതിൽ തന്നെ ഒരുപാട് ക്രൈംസ് ഉണ്ടല്ലോ. അപ്പോൾ ആ സെഗ്മെന്റ്സിൽ ഏത് വേണം എന്നുള്ളത് ചൂസ് ചെയ്യുന്നത് ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓഡിയൻസിന് അത് മനസ്സിലാകണം, അത് അവർക്ക് ഒരു പുതിയ എക്സ്പെരിമെന്റ് ആണെന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ഓവർഡ്യൂ ചെയ്തിട്ട് ഇതാകും. അപ്പോൾ ഭയങ്കര ഒരു ബേസിക് ലൈൻ പോകുന്നുണ്ട്, അതിനകത്ത് ഈ ഡാർക്ക് വെബിനെ എങ്ങനെ കണക്ട് ചെയ്യും, ഇതാണ് അറ്റിന്റെ ഒരു സമ്മറി. ഡാർക്ക് വെബ് തന്നെയായിരിക്കും ആളുകൾക്കുള്ള ക്യൂരിയോസിറ്റി. പലർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ ആയിട്ടുള്ളതാണ്. കേട്ട കഥകള് അല്ലെങ്കിൽ വായിക്കുന്ന പോസ്റ്റുകള്, ജേർണലുകള്, ഇതിലൂടെയാണ് മെജോറിറ്റിക്കും ഡാർക്ക് വെബ് പരിചിതമായിട്ടുള്ളത്. ഡോണിന്റെ ഒരു പ്രീ ഡിസൈനില് ഡാർക്ക് വെബ്, അതിനെ സ്ക്രീനിൽ ഫീച്ചർ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ പരിപാടികൾ, അത് ശരിക്ക് ഒരു ഫിക്ഷണൽ വേൾഡ് പോലെ തന്നെയാണോ? അതിൻ്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് ഇറങ്ങുന്നത്, ഇതിനെ പഠിക്കുക, സ്ട്രക്ചർ ചെയ്യുക, അത് അത്ര എളുപ്പമുള്ള പ്രോസസ് ആയിരുന്നു? നമുക്കിതിൽ നമുക്ക് ഇത് ചെയ്യുന്ന ടൈമിൽ 4 വർഷം മുമ്പൊക്കെ നമുക്ക് റിസോഴ്സസ് ഭയങ്കര കുറവാണ്. ഇതിനൊരു റെഫറൻസ് എടുക്കാനോ അല്ലെങ്കിൽ ഇത് ബേസ് ചെയ്ത പടങ്ങൾ വളരെ കുറവ്, 1-2 ഫിലിംസ് ഒക്കെ ഉള്ളു. നമുക്കൊരു ഡാർക്ക് വെബ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സെർച്ച് ചെയ്താൽ പോലും ഇതിനകത്ത് സോഷ്യൽ മീഡിയ നമ്മൾ ഗൂഗിളിലാണെങ്കിലും അല്ലെങ്കിൽ ഇതായിട്ടും നമുക്ക് അങ്ങനെ ഒരു കണ്ടന്റ് കിട്ടില്ല. അതിൻ്റെ ഒരു ഇന്റർഫേസോ അല്ലെ ഒരു GUI ഒക്കെ എല്ലാം ചിലതൊക്കെ ഔട്ട് ഓഫ് ഇമാജിനേഷനിൽ ഉണ്ടാക്കുന്ന ചില സാധനങ്ങളാണ്. പിന്നെ ഇതിലെ ബേസ് ചെയ്തുള്ള ഗെയിംസിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട്സ് ഉണ്ട്. അപ്പൊ അതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു അതിന്റെ ഒരു സംഭവം നമുക്കില്ല, ഒരു റെഫറൻസിങ് ഇല്ല. അപ്പൊ അങ്ങനെ
ആലോചിച്ചപ്പോഴാണ് ഇത് ഈ നമുക്കിത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഇൻഫർമേഷൻ എടുത്ത് നമ്മൾ ഇതിനു വേണ്ടി ടെംപ്ലേറ്റ് ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ഡാർക്ക് വെബ് ആണെങ്കിൽ അതിൽ പോയി കഴിഞ്ഞാൽ ഓരോ സെഗ്മെന്റിനും അവർ യൂസ് ചെയ്യുന്ന ഇന്റർഫേസിലുള്ള ഒരു ഡാർക്ക് വെബിന്റെ സൈറ്റ്. ഇതെല്ലാം ത്രൂ ഒരു ടോർ അല്ലെങ്കിൽ ഒരു ബ്രൗസർ വഴിയാണ്. അപ്പോൾ ആ ബ്രൗസറിനെ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ആ ബ്രൗസറിനകത്ത് നമ്മൾ കയറുന്നു. അതിന്റെ ഓപ്പോസിറ്റ് ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് ഇത്. എന്നാൽ ഇത് നമ്മുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ വളരെ റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യണമെന്നൊരു ഐഡിയ അല്ല. നമ്മൾ ഹാക്കിങ്ങിന്റെ ഒരു സോഫ്റ്റ്വെയറിന്റെ അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഭയങ്കര ഒരു നമ്മുടെ നോട്ട് പാഡിനേക്കാളും ഒരു കുറച്ചുകൂടെ കാണും. അത് പക്ഷെ നമ്മൾ വിഷ്വലി ഒട്ടും അപ്പീലിംഗ് അല്ല. അപ്പം നമ്മളത് ചിലപ്പം അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻഡിപെൻഡന്റ് ഫിലിം ആകുമ്പോൾ അത് വർക്ക് ആയില്ലെങ്കിൽ നമുക്കത് ഇത് വരും. അപ്പം അങ്ങനെ അതിനെ കുറച്ച് നമ്മൾ ഫാൻറ്റസി ചെയ്ത് കുറച്ചുകൂടി ഒരു ഫാൻസി ആക്കി കുറച്ചും കൂടെ. അപ്പോൾ അങ്ങനെ ഒരു 3-4 സെഗ്മെന്റ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ഫ്യൂച്ചർ ക്രൈംസ് എന്തൊക്കെയാണെന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മൾ പറയുന്ന ക്രിപ്റ്റോ അല്ലെങ്കിൽ അതൊക്കെ ഒരു ഫ്യൂച്ചർ സാധനങ്ങളാണ്. അപ്പോൾ അതായിരിക്കും ട്രേഡിങ്. ഇപ്പം തന്നെ ഡിജിറ്റൽ കറൻസി ആയി മാറി. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനെ നമ്മൾ ഇതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഈ ഇതൊക്കെ പറയുമ്പോഴേ ഡോൺ സംസാരിക്കുന്ന സമയത്തേക്ക് ഈ ഡയറക്ടർ ഡോൺ മാക്സ് ഇത്ര സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഈ പറഞ്ഞ പല സംവിധായകരൊപ്പമുള്ള എക്സ്പീരിയൻസ്, പല സിനിമകൾ, അതിൽ നിന്ന് മോൾഡ് ചെയ്തെടുത്ത ഒരു ഡോൺ മാക്സ് കൂടെ ഉണ്ടല്ലോ ഈ ഒരു ലോങ് ജേർണിയിലെ. അതിലെനിക്ക് ഭയങ്കര രസമുള്ള ഡോൺ എഡിറ്റ് ചെയ്ത സീക്വൻസുകളിൽ ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പോർഷനാണ് ഈ ചോട്ടാ മുംബൈയിൽ വിജയരാഘവന്റെ മേർഡർ നടക്കുന്ന സീക്വൻസ്. ഈ നടേഷന്റെ ഇൻട്രോ മുതൽ ഈ മഴ, പാരലലി അവരുടെ ട്രാവൽ ഉണ്ട്, ഓട്ടോറിക്ഷയിൽ വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഇയാളെ കുത്തുന്നത്, പോകുന്നത്, ഇടിക്കുന്നത്, വീഴുന്നത്, അതിൽ ഈ പറഞ്ഞ മൾട്ടിപ്പിൾ ഈവൻസ് ആണ് നടക്കുന്നത്. എന്നാലും ഒറ്റ സീക്വൻസിൽ ഇതിന്റെ കംപ്ലീറ്റ് ഹൈ അവിടെ വെക്കുന്നുണ്ട്. ഇനി എന്തെന്നുള്ളതിൽ ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട്. അത്തരം സീക്വൻസിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഉറപ്പായിട്ടും ടെക്സ്റ്റ് സ്ക്രിപ്റ്റ് അവിടെയുണ്ട്, ഡയറക്ടേഴ്സ് ഫീഡ് ഉണ്ട്, ഇതെല്ലാം ഇതിനൊക്കെ മുകളിലായിട്ട് എഡിറ്റേഴ്സ് പേഴ്സ്പെക്റ്റീവും കൂടി ഉണ്ടല്ലോ. ഓക്കെ, ഈ ഷോട്ടിന്റെ ഡ്യൂറേഷൻ ഇതാണ്, ഇത്രയാണ് വെക്കേണ്ടത്, ഇത് വെച്ചാൽ ആളുകൾക്ക് അടുത്തതിലോട്ട് ഹുക്ക് ചെയ്യുന്നുള്ളൂ. ഈ മൾട്ടിപ്പിൾ സാധനം തലയിലൂടെ പോയിട്ടാണ് ഇതിനൊരു ഫൈനൽ സെറ്റിങ്ങിലോട്ട് എത്തുന്നത്. ഈ പെർട്ടിക്കുലർ സീക്വൻസിന്റെ ഒരു എഡിറ്റ്, അതിന്റെ ഒരു ഇനീഷ്യൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന മൊമെന്റ്, ഫൈനൽ ഔട്ടിൽ ഇത് ബ്ലെൻഡ് ആവുന്നത്, എന്തായിരുന്നു എൻ്റെ ഒരു ജേണി? ഇത് ഒരു എഡിറ്ററിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ബേസിക്കലി മൂന്ന് സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് മ്യൂസിക് സൈഡ് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. മ്യൂസിക്കിനെ കുറിച്ചുള്ള ഒരു റിതം സെൻസ് അല്ലെങ്കിൽ ഒരു മ്യൂസിക്കൽ ഒരു ഇതുണ്ടാകണം. പിന്നെ സെക്കൻഡ് നമുക്ക് ഞാൻ ഓർഡറിലല്ല പറയുന്നത്, ഒരു ബേസിക്കായിട്ട് ഒരു വിഷ്വൽ സൈഡ് നമ്മൾ സ്ട്രോങ് ആയിരിക്കും. നമ്മൾ ബെസ്റ്റ് ഷോട്ട് പിക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ റിതം, പേസിങ്, അത് എങ്ങനെ നമുക്കത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്ഷൻ ഫിലിം ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ നമുക്ക് വേറെ ഫിലിം. ആക്ഷൻ ഫിലിംസിൽ തന്നെ നമുക്ക് എത്ര വേണേലും അതിനെ സബ് ഇത് ചെയ്യാൻ പറ്റും, അതിന്റെ വേർഷൻസ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നോൺ ലീനിയർ ചെയ്യാൻ പറ്റും, ഹൈപ്പർ ലിങ്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ ഒരു പാരലൽ സ്റ്റോറീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ പാരലൽ കട്ട് പോലത്തെ പരിപാടിയാണ് ഈ ചോട്ടാ മുംബൈയിലുള്ളത്. അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്കുള്ള ചാലഞ്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ നമ്മുടെ മൈൻഡിലൊരു സംഭവം ഓടുമല്ലോ, ഈ പറഞ്ഞ ഇതിങ്ങനെ വരും എന്നുള്ളതാണല്ലോ നമ്മുടെ സിനിമ ഫുൾ. അതെ, അത് അപ്പൊ അത് ചെയ്ത് ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി പിന്നെ അതിനകത്ത് എവിടെ ഇന്റർകട്ട് പോകാമല്ല തിരിച്ചു വരാം, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് അതൊരു ചെയ്തു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അങ്ങ് വരുന്നുണ്ട്. അത് നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാ ക്രാഫ്റ്റ്, ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സും നമ്മൾ ബ്ലെൻഡ്. ഇപ്പം ചിലപ്പോൾ ഷോർട്സുകൾ ചില സസ്റ്റെയിൻ ചെയ്യാൻ, ഇപ്പം ഞാൻ ഫാസ്റ്റ് കട്ട് ആയതുകൊണ്ട് എനിക്ക് ചില ഷോർട്സുകൾ ചിലപ്പോൾ സസ്റ്റെയിൻ ചെയ്യണം, അല്ലെ അത് ഈ പറഞ്ഞ ഇതുണ്ട്. അപ്പം നമ്മൾ ആ മ്യൂസിക് സൈഡും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം നമുക്ക് ചിലപ്പോൾ ഞാൻ റോങ് ആണെങ്കിൽ ഡയറക്ടർ അറിയില്ല, നമുക്ക് കുറച്ചുകൂടെ മ്യൂസിക് വേണം എന്ന് പറയുന്നു. അപ്പോൾ ഈ എലമെന്റ്സിനെ എല്ലാം കൂടെ കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു അങ്ങനത്തെ ഒരു നരേറ്റീവ് വർക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത്. അത് ബേസിക്കലി ഇതാണ്, കഥ വർക്കാവുന്നുണ്ടോ, നമ്മൾ അതിനകത്തൊരു എനർജിയാണ്, നമ്മുടെ ഉള്ളിലൊരു പ്രേക്ഷകനുണ്ടല്ലോ എഡിറ്ററിനുള്ളിൽ. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമ കാണുന്ന ആംഗിളിലായിരിക്കും ഞാൻ അതിനെ എഡിറ്റ് ചെയ്യുന്നത്. ഇത് പറഞ്ഞെങ്കിൽ കൺട്രി ചോദിക്കാവുന്നത്, ഈ ടൈഗർ സിനിമയുടെ ഒരു പോസ്റ്റ് റിലീസിലൊക്കെ പിന്നീട് സോഷ്യൽ മീഡിയ വളരെ സജീവമായ സമയത്തേക്കാണ് ഈ എൻസൈക്ലോപീഡിയ സീക്വൻസ് തന്നെ വലിയ രീതിയിൽ ട്രെൻഡിങ് ആവുന്നത്, ആളുകൾ റിപ്പീറ്റഡ്ലി പറയുന്നത്. ഈ ഭയങ്കര ടൈറ്റ് ഫ്രെയിംസ് ആണല്ലോ. ഈ ഗോപികയുടെ സജഷനിൽ സുരേഷായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിരിക്കാണ് ഫ്രെയിമില്, അവിടെ പുള്ളി പ്രോംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതൊരു പക്ഷേ വേറൊരു തരത്തിൽ വളരെ ലാഗ് തോന്നിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ഒരു വലിയ ടൈംലി പ്രോസസ് ആണ്. അവിടെ ഈ പറഞ്ഞ ഫാസ്റ്റ് കട്ട് സെൻസ്, അതിൽ വർക്ക് ചെയ്തെടുക്കുന്ന സീക്വൻസ്, ആ പെർട്ടിക്കുലർ സീക്വൻസ്, അതിന്റെ ഒരു മീറ്റർ കിട്ടുന്നത്, അത് ഈ പറഞ്ഞ
മനസ്സിലോടുന്ന സിനിമയെ ട്രസ്റ്റ് ചെയ്യുന്നതാണോ, ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് ഫീഡ്ബാക്കിലാണോ? നമ്മളിതെല്ലാം കൂടെ ഒരു എന്താ പറയുന്ന ഒരു ഈ ഇവന്റ്സ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്ന പോലെ പറയുന്നത്. കാരണം ഡയറക്ടറിന്റെ ഒരു ഇൻപുട്ട് ഇത് വരുന്നു, നമ്മുടെ ഒരു ഇത് ചെയ്യുന്നു, സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നതാണെങ്കിൽ നോക്കുന്നു. അപ്പോൾ അവരുടെ ഒരു ഓവറോൾ ഇത് വർക്ക് നമ്മളിപ്പോൾ ഡബ് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ. ഇപ്പം മോസ്റ്റ്ലി നമ്മൾ ഡബ് കഴിഞ്ഞിട്ടായിരിക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഒരു മൾട്ടി നരേറ്റീവ് വന്നാലോ അല്ലെങ്കിൽ ഒരു പാരലൽ സ്റ്റോറീസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഡബ് കഴിഞ്ഞിട്ടേ ഒരിക്കലും അത് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആദ്യം കൺഫ്യൂസിങ് ആയിപ്പോകും. അപ്പം അത് കഴിഞ്ഞ് വേണോ വേണ്ട എന്നുള്ളത് ആലോചിക്കുന്നു. ഈ പർട്ടിക്കുലർ സീക്വൻസിന്റെ എഡിറ്റിംഗ് ഓർമ്മയുണ്ടോ? ഇതിന്റെ ആക്ച്വലി അങ്ങനെ എനിക്കങ്ങനെ അങ്ങനെ ഇല്ല. നമുക്കന്ന് സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഇതല്ല. അതുകൊണ്ട് നമ്മളൊന്നും ഈ സിനിമ അന്നല്ലേ നമ്മുടെ ആദ്യത്തെ ഫിലിമാണ്. അപ്പൊ നമുക്ക് അതിൻ്റെതായ സ്ട്രെസ് ഉണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഇപ്പം അന്നൊക്കെ നമ്മളിത് ചെയ്യുന്ന ടൈമില് ഇപ്പോ ഒന്ന് നമുക്ക് സിസ്റ്റം അതിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്. സോഫ്റ്റ്വെയർ എന്ത് യൂസ് ചെയ്തിരുന്നത്? അതെ, ഫൈനൽ കട്ട് പ്രോ പ്രൊയുടെ ബേസ് ഫസ്റ്റ് വേർഷനാണ്. പക്ഷെ അതിലൊക്കെ ഈ പറഞ്ഞ നമുക്കിപ്പോ ഒരു വർക്ക് ഫ്ലോയുടെ സ്പീഡ്, ഞാനിപ്പോ നമ്മളിപ്പോ ആലോചിക്കും അന്ന് അതെങ്ങനെ ചെയ്യാൻ പറ്റിയെന്നൊക്കെ അവർക്ക് പേടിയാണ്. ഈ ശരിക്ക് എഡിറ്റേഴ്സ് കോളിനെ പറ്റി എപ്പോഴും പറയുമല്ലോ, ബെസ്റ്റ് ഷോട്ട് പിക്ക് എന്തായിരിക്കാം. ഒരു പക്ഷേ ആക്ടറിന്റെ ഫേവറേറ്റ് ഷോട്ട് അവിടെ നിന്നില്ല അത്, എന്നാൽ ഇതാണ് ഇവിടെ ബ്ലെൻഡ് ചെയ്യണേന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഒരു എഡിറ്റേഴ്സ് ടേക്ക് അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കോൾ എടുക്കുന്നത് അതിന്റെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ ചിലരെ പിണക്കേണ്ടി വന്നേക്കാം. അതിനൊരു കറേജ് വരുന്നത് അതൊരു ലോങ് ജേർണിയിൽ ആർജിച്ചെടുക്കുന്നതാണോ? ഇങ്ങനെ ഒരു ഷോട്ട് പിക്ക് ചെയ്യുന്നത് ഇത്ര ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യുക, വേറൊരു ഓവർ തിങ്കിങ് ഇവിടെ നടക്കുന്നില്ലല്ലോ. അത് ആക്ച്വലി നമ്മളിപ്പോ ഒരു ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സ്, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത എല്ലാവരും ഞാൻ ഫസ്റ്റ് അവരുടെ ഒരു ഇതാണ് നോക്കുന്നത്. കാരണം അവരാണ് അവരുടെ ഒരു വിഷനാണ്, ഞാൻ അതിനകത്ത് ഒരു ഭാഗമാകുന്ന ഒരാളാണ്. ഓരോ അതിൽ ഇത്രയും ക്രാഫ്റ്റിൽ ഒരു ക്രാഫ്റ്റാണ് ഞാൻ എൻ്റേത്. അപ്പം അതിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഇൻപുട്സുകൾ ഞാൻ ചെയ്യുന്നു. അതിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കോൾ എന്ന് പറയുന്ന ചില സമയത്ത് നമുക്കിപ്പോൾ ലെങ്ത് വൈസ് ചിലപ്പോൾ 4 മണിക്കൂർ 5 മണിക്കൂറുള്ള പടങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതിനെയൊക്കെ കട്ട് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒന്നും ചിലപ്പോൾ സെക്കൻഡ് തൊട്ടില്ല, ബ്ലൈൻഡ് ആയിട്ട് കട്ട് ചെയ്യാന്നുള്ളേ ഉള്ളൂ. ചിലപ്പോൾ ഒരു വലിയ ചങ്ക് തന്നെ ചിലപ്പം മാറ്റേണ്ടി വരുന്നുണ്ട്. പിന്നെ അന്ന് അങ്ങനെയൊക്കെ വരുമ്പം ഈ പറഞ്ഞ ആ ഒരു ക്യാരക്ടർ നമുക്ക് ഡിമാൻഡ് ചെയ്യുന്ന ആളാണോ, ആ സബ്ജക്റ്റ് അത് ആ സീനിൽ വേണ്ടതാണോ എന്നുള്ളത് ആലോചിക്കും. അത് ഫസ്റ്റ് അത് ആലോചിച്ചിട്ട് നമ്മളൊരു ആക്ടറിനെ അവരുടെ ഇമോഷൻസ് ആയിട്ട് ചിന്തിക്കാൻ പോയാൽ നമുക്കത് പ്രാക്ടിക്കലി പടത്തിന് നമ്മൾ പിന്നെ അന്നൊക്കെ നമ്മൾ തിയേറ്ററിൽ നിന്നാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇറങ്ങിയിട്ട് ലാഗ് ആണെന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ പോയിട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അധികം ഇല്ല, കുറച്ച് ചില തിയേറ്റേഴ്സിലൊക്കെ ചില മൂവീസ് ഒക്കെ ഉള്ള. ഷെയർ ചെയ്യാൻ പറ്റുന്ന പടമുണ്ടോ? മെമ്മറി ഫിലിമുണ്ട്, ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അത് കാരണം അത് ആ സെഗ്മെന്റ് നമ്മളിപ്പോൾ ഇത് ഇപ്പോഴെന്ന് പറഞ്ഞൊരു മൂവി റിലീസായി നമ്മൾ അതിന്റെ പുറകെ അതിന്റെ ക്രൂ ഫുള്ള് നിൽക്കുവാണല്ലോ. അന്ന് നമ്മളൊരു ഫിലിം നമ്മൾ ജാനുവരി തുടങ്ങുന്നു, മാർച്ചിൽ റിലീസ്, അങ്ങനെയുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഫിലിമിലേക്ക് ആൾക്കാർ പോകുന്നു, അത് തിയേറ്ററിൽ ഓടുന്നു, അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറും അതിന്റെ ബാക്കിയുള്ള ഡയറക്ടർ അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ സൈഡ് ആ കാര്യങ്ങൾ നോക്കുന്നു. അപ്പൊ അവർക്ക് എൻ്റെ ടീമുണ്ട്, അതിലുള്ള തിയേറ്ററിലുള്ള ഓപ്പറേറ്റേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആണ്. അവരോട് പറഞ്ഞാൽ അവർക്ക് അറിയാം ഏത് റീലിനകത്ത് എവിടെയാണെന്നുള്ള, അവർ തന്നെ ചിലപ്പോൾ മാർക്ക് ചെയ്ത് കട്ടി അസോസിയേറ്റ്സ് പോകും. ഈ ഫിലിം എഡിറ്റിംഗിൽ പലപ്പോഴധികം സംസാരിച്ച് കേൾക്കാത്തും എന്നാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളതാണ് ഈ സോങ് കട്ട് ചെയ്യുന്നത്. അതിലിപ്പോൾ ഈ കോറിയോഗ്രാഫ്ഡ് ഡാൻസ് നടക്കുന്ന പാട്ടുകളുണ്ടാവും, അല്ലെങ്കിൽ മൊണ്ടാഷ് സീക്വൻസ് പോലെയുള്ള പാട്ടുകൾ വരാം. അത് നേരത്തെ പറഞ്ഞ ഈ റിഥം സെൻസ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റിൽ ഈ കോറിയോഗ്രാഫിക് ഡാൻസ് സ്റ്റെപ്പുകൾ നടക്കുന്നത്, ഇപ്പോൾ അണ്ണൻ തമ്പി ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഈ ഡാൻസ് സീക്വൻസ് വലിയ ലാർജ് സ്കെയിൽ ഡാൻസ് സീക്വൻസിലാണല്ലോ നടക്കുന്നത്. ചോട്ടാ മുംബൈയിലുണ്ട് അത്തരം സോങ്ങുകൾ കട്ട് ചെയ്യുന്നത്. അത് ശരിക്ക് എന്താ വേറെ ആക്ടിവിറ്റി നടക്കുന്നില്ല, ഈ ഡാൻസ് ആണ് നടക്കുന്നത്. സ്റ്റെപ്സ് മാച്ച് ചെയ്യണം, വൈഡ് ടു ക്ലോസ് ടു മിഡ്, ഈ ഒരു ഫോർമേഷൻ പ്രോപ്പർ ആയിരിക്കണം. എങ്ങനെ ശരിക്കും ഒരു സോങ് കട്ട് ചെയ്യുന്ന ഒരു പേഴ്സണൽ ഹൈ ഉള്ള പരിപാടിയാണോ ഇങ്ങനെ ഒരു എഡിറ്ററിന്റെ? തീർച്ചയായിട്ടും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി സോങ് കട്ട്. ഒന്ന് നമുക്ക് സോങ് നല്ലതാണെങ്കിൽ നമുക്ക് ഭയങ്കര കുറച്ചുകൂടി എനർജിയാണ് ചെയ്യാനായിട്ട്. കാരണം ആ സോങ്ങിന്റെ റിതവും പരിപാടിയും നമ്മൾ പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് കേൾക്കുന്നു. ഇപ്പം നമ്മൾ കേൾക്കുന്ന ഒരു സോങ്ങിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 1 വീക്ക് അല്ലെ റിപ്പീറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. നമ്മൾ മറ്റേ റിപ്പീറ്റ് ആയിട്ട് കേൾക്കുന്നു, ഇതിന്റെ ഓരോ റിതം നമുക്കറിയാം, ഓരോ പോർഷനും അറിയാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്, നമ്മൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ഇന്നാകും. പിന്നെ ഈ പറഞ്ഞ ഷോർട്സുകൾ, അത് ഈ പറഞ്ഞ നമ്മൾ
വലിയ പ്രൊജക്ട് തമിഴിലൊക്കെ ചെയ്യുമ്പോൾ ഉം. ഒരുപാട് ഇപ്പം മലയാളം കമ്പയർ ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ക്യാമറാസ് ഒരു 6-7 ക്യാമറാസ് ഒക്കെ അന്ന് ആ ടൈമിലുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ ഒരു അതെ, 10-15 ഇയേഴ്സ് ബാക്ക് അന്നൊക്കെ ഹ്യൂജ് ആയിട്ടുള്ള ഇതാണ്. പിന്നെ കൊറിയോഗ്രാഫി കുറച്ചുകൂടെ ഇതാണ്. സൂറയ്ക്ക് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ അതെ ഒരുപാടുണ്ട് അങ്ങനത്തെ സാധനങ്ങൾ. അങ്ങനത്തെ ആ സ്കെയിലിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എന്താ പറയുക ആ ഒരു റിതം അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു താളം അതിൻ്റെ ആ കൊറിയോഗ്രാഫി സ്റ്റെപ്സിന്റെ മാച്ചിങ്. ഇപ്പൊ നമുക്ക് ഫോറിലോണിക്കുന്ന ഒരു ഹീറോയെ മാത്രമല്ലല്ലോ, ബാക്കിൽ ഒരാൾ തെറ്റുന്നുണ്ടോന്നും കൂടെ നമ്മൾ നോക്കണം. ഓൾറെഡി കൊറിയോഗ്രാഫർ ഉണ്ട് എങ്കിൽ പോലും നമ്മൾ ആ ഒരു മൊത്തം നോക്കണം. പിന്നെ ആ സ്റ്റെപ്പിന്റെ ഒരു താളം ചിലപ്പം അത് കുറച്ച് എന്താ പറയുന്നത് ടൈം ടേക്കിംഗ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ ഡയറക്ടോറിയൽ ഡെബ്യൂനായിട്ട് സംസാരിക്കുമ്പോൾ 10 കൽപ്പനകൾ എനിക്ക് തോന്നുന്നു. ഞാൻ സിനിമ കാണുന്നത് പാല മഹാറാണിയിലായിരുന്നു. അത് കാണുന്നത് അന്ന് ഈ ഞാൻ ഡോൺ മാക്സ് പടം എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ജോൺറയാണെന്ന് പോലും ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് സിനിമ കാണാതെ കയറി പോകുന്നത്. അതൊരു സർപ്രൈസിങ് ആയിരുന്നു ആ സിനിമ. ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ത്രില്ലർ സ്വഭാവം, അതിൻ്റെ ഈവൻ എനിക്ക് ഈ റിതം പറഞ്ഞപ്പോൾ അതിലോട്ട് കണക്ട് ചെയ്തത് സൗണ്ട് സ്കേപ്പ് നല്ലതായിരുന്നു. ഈവൻ ക്ലൈമാക്സിൽ പോലും സാറ്റിസ്ഫൈങ് ആണ്. കോമൺ പെർസ്പെക്റ്റീവിൽ കോമൺ മാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അയാൾ കൊടുക്കുന്ന ശിക്ഷ കാര്യങ്ങളെല്ലാം ഭയങ്കര പ്ലീസിങ് ആയിട്ടുള്ളതായിരുന്നു. ഈ ഡയറക്ടോറിയൽ ഡെബ്യൂ ആയിരുന്ന സിനിമ, അതിൽ നിന്ന് രണ്ടാം സിനിമയിലോട്ടുള്ള ദൂരം ഇച്ചിരി വലുതാണ്. ഡയറക്ടർ ആയിട്ടുള്ള ഒരു കരിയർ, അതിന് മുകളിൽ എഡിറ്റർ എന്നതൊരു പാഷനായി നിൽക്കുന്നതുകൊണ്ടാണോ അതോ ബെസ്റ്റ് സബ്ജക്റ്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്, എന്താ അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫീലിംഗ്? അതിന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് 10 കൽപ്പനകൾ ചെയ്യുമ്പോൾ നമ്മൾ എഡിറ്റർ എന്നുള്ള രീതിയിലാണ് ഇപ്പൊ എവിടെ ചെന്നാലും ഇപ്പൊ ഞാൻ എഡിറ്റർ മാക്സിന് നമ്മളെ അറിയും. ഇപ്പൊ ഡയറക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ പലർക്കും അറിയത്തില്ല നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് ആ ഒരു ടൈമില് ചിലപ്പം ആ ഒരു ട്രാവലിൽ ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചു. കുറച്ചും കൂടെ നമ്മളൊരു ഇപ്പം ഞാൻ എഡിറ്റർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു ഏത് ജോണറിലും ഇപ്പം ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം എനിക്ക് അതിനകത്തൊരു മാസ്റ്ററി ഉണ്ട്. അതെനിക്ക് 100% കോൺഫിഡൻ്റ് ആണ് ആ കാര്യത്തിൽ. ആസ് എ ഡയറക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് കാലം മാറുന്നു, നമ്മുടെ ആൾക്കാരുടെ ടേസ്റ്റ് മാറുന്നു, പിന്നെ സബ്ജക്റ്റുകൾ ചൂസ് ചെയ്യുന്ന ഭയങ്കര ഇതാണ്. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്ത് വർക്ക് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു കണ്ടന്റ് അല്ല ഒരു ത്രെഡ് വേറെ ഒരു ഫിലിമിൽ വന്നാൽ നമ്മൾ ആ വർക്ക് നമ്മുടെ വേസ്റ്റ് ആകുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് ടൈമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കുറച്ചുകൂടെ കൂടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇത് ചെയ്ത് അതിനുശേഷം ഞാൻ പഠിക്കാനായിട്ട് ശ്രമിച്ചു. മാക്സിമം നമ്മുടെ എന്തൊക്കെയാണ് തെറ്റുകൾ, ആദ്യത്തെ ഫിലിമിലെ മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്, നമുക്ക് എങ്ങനെ കുറച്ചുകൂടെ ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാരണം അതെനിക്കൊരു പുതിയ ക്രാഫ്റ്റാണ് ആസ് എ ഡയറക്ടർ എന്നുള്ള രീതിയിൽ. എഡിറ്ററായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ജേർണിയിൽ ഞാൻ പല സബ്ജക്റ്റുകൾ ഇങ്ങനെ ആലോചിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു, പിന്നെ നെക്സ്റ്റിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു ഇത് എടുത്തു. പിന്നെ ഒരു ടൈമായപ്പോൾ എന്താ എഡിറ്റിംഗ് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പം പിന്നെ ട്രെയിലേഴ്സിലേക്ക് പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഈ എന്താ ടൈഗറിന് മുന്നേ തന്നെ ട്രെയിലർ കട്ട്സ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ അതിൽ വളരെ ലൈവായിട്ടുള്ള ഏറ്റവും പ്രോമിനന്റ് പേരുകളൊന്നാണ് ഡോൺ മാക്സിനെ എന്നുള്ളത്. അത് ഭയങ്കര റെസ്പോൺസിബിലിറ്റി അല്ലേ? ഒരു സിനിമയെ പ്രേക്ഷകർ ഇത് കാണണമെന്ന് ഉറപ്പിക്കുന്നതിലെ ഒരു ഡെലിവറബിൾ ആണ് ട്രെയിലർ എന്നുള്ളത്. ഈ ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പ്രോസസ്സ് എനിക്കൊന്ന് ഇന്റർവ്യൂ കാണുന്നതിലും ക്യൂരിയസ് ആവുന്ന സാധനമാണ്. ഒരു ട്രെയിലർ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് മൊത്തം പടം കണ്ട് എങ്ങനെ ചൂസ് ചെയ്യുന്നു, ഇതാണ് വേണ്ടത്, സ്പോയിലേഴ്സ് വരാൻ പാടില്ല, ഹുക്കെല്ലാം വേണം. ഫസ്റ്റ് എഡിറ്റ് ചെയ്യുന്ന ട്രെയിലർ ഏതാ? ഫസ്റ്റ് ക്രോണിക് ബാച്ചിലർ ഉണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ് എഡിറ്റ്. എന്താ ശരി ട്രെയിലർ എഡിറ്റ്? അത് നമ്മള് എന്താ പറയുക, ഒരു ഫിലിം നമുക്ക് തരുമ്പോൾ, ഇപ്പോൾ എനിക്ക് ട്രെയിലർ ചെയ്യാനൊരു ഫിലിം വരുമ്പോൾ മോസ്റ്റ്ലി അത് ഒരു കംപ്ലീറ്റഡ് ഒരു ഫിലിം ആയിരിക്കില്ല. അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജ് ആയിരിക്കും ഒരു പക്ഷേ അതിൻ്റെ ഒരു ഡബ് കഴിഞ്ഞിട്ടുള്ള ഇതായിരിക്കാം, അല്ലെങ്കിൽ ഡബിന് മുമ്പുള്ള വേർഷൻ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു കണ്ടന്റിൽ നിന്നാണ് നമുക്ക് ഇത് ഉണ്ടാകുക. അപ്പോൾ മ്യൂസിക് ഉണ്ടാവില്ല, നമുക്ക് അതിനെ വേറെ ഒരു സപ്പോർട്ടിങ്, നമുക്ക് ഡയലോഗ്സ് മാത്രമേ ചിലപ്പം കാണുള്ളൂ. അവിടെ റെഫറൻസ് മ്യൂസിക് വെച്ചിട്ടാണോ, അങ്ങനെയുണ്ടോ ഒരു എഡിറ്റില്? അത് നമ്മൾ ആദ്യം ഈ വരുന്ന റോ മെറ്റീരിയൽ നമ്മൾ കണ്ടതിന് ശേഷം നമ്മളത് എന്ത് ജോണറാണ് അല്ലെങ്കിൽ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ ആദ്യം ആയിരിക്കും. അത് നമ്മൾ ഡയറക്ടറിനോട് ഡിസ്കസ് ചെയ്യും. ഇങ്ങനൊരു സംഭവം നമുക്ക് നോക്കിയാലോ. അപ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തതിന് ശേഷമാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ കാണിക്കണം, ഏതൊക്കെ കാണിക്കണ്ട, അല്ലെങ്കിൽ എങ്ങനെ അത് അപ്പീലിംഗ് ആക്കാം എന്നുള്ള ആ ഒരു വലിയൊരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, അതെങ്ങനെ
ആൾക്കാർക്ക് കണക്റ്റ് ആകും. അതിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ അങ്ങനെ എല്ലാ ഫിലിംസും നമുക്ക് ട്രെയിലർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ഫിലിമാണ്, ഒരു ആർട്ട് ഫിലിം അങ്ങനത്തെ ഒരു ട്രെയിലറിനെ ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ ചിന്തിച്ചിട്ടാണ് ഞാൻ ട്രെയിലർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് നമുക്ക് ഇത് ചെയ്യണം, കാണിക്കണ്ട, അതൊരു വലിയൊരു പോയിന്റാണ്. അപ്പം ചിലപ്പോൾ ഒരു 5-6 വേർഷൻസ് ഒക്കെ നമ്മൾ ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ബെസ്റ്റ് ഒരെണ്ണം നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യും. പിന്നെ ഒരു ലോങ് വേർഷൻ ആയിരിക്കും എൻ്റെ ആദ്യത്തെ ട്രെയിലർ. എപ്പോഴും ഒരു 6 മിനിറ്റ് ഒക്കെ കാണും. അതിൽ നിന്നായിരിക്കും കട്ട് ഡൗൺ കൊണ്ടുവരുന്നത്. എനിക്ക് വേട്ടക്കാരൻ ട്രെയിലറൊക്കെ വലിയ രീതിയിൽ ചെയ്യപ്പെട്ടതായിരുന്നല്ലോ. ഇപ്പം ഈ അയ്യപ്പനും കോശിയുടെ അതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡാ ശരിക്കും പറഞ്ഞാൽ. അത് കഥ അതെ ഇത് റിവീൽ ചെയ്യാനും പറ്റുള്ളൊരു പോയിന്റ് കൂടുതൽ. ഈ അറ്റ് വരുന്ന സമയത്തേക്ക് ഇപ്പൊ ഈ ഡോൺ മാക്സിനെ ഫാസ്റ്റ് കട്ട് ഡോൺ മാക്സ് എന്ന് പറയുന്നു 2 കമേഴ്ഷ്യൽ സിനിമകളുടെ ബാക്ക്ഡ്രോപ്പിലുള്ള പ്രധാന ടെക്നീഷ്യൻ ഒരാളാണെന്ന് പറയുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഡോൺ പറയുമ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് സിനിമ പോലെയാണ്. കുറച്ചും കൂടെ ഈ പറഞ്ഞ എക്സ്പ്ലോറിങ് പുതിയ തലങ്ങൾ എന്നുള്ള രീതിയിലാണ്. അത് ശരിക്കും ഡോണിന് തന്നെ ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലേ ഈ രീതിയിലൊരു ഫിലിം മേക്കിംഗ് സ്റ്റൈല്? തീർച്ചയായും അതൊരു ഹൈ ഇല്ലേ, പേഴ്സണൽ ഹൈ ഉണ്ട്. ആ ഹൈ ആണ് നമ്മൾ ഇത്രയും നാൾ കൊണ്ടുപോയത്. ഒരു 3-4 വർഷത്തെ ജേണി നമ്മൾക്ക് ആ ഒരു എനർജിയാണ്. എന്താ ശരിക്കും ഈ പറഞ്ഞ ഇപ്പൊ ഈ അറ്റിലൂടെ ഒരു കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും ഒരു ഡയറക്ടർ ഡോൺ മാക്സിന്? അത് നമുക്കൊരു എന്താ പറയുന്നത്, ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഇല്ലാതെ നമ്മളൊരു വേറൊരു ഡിഫറെന്റ് സബ്ജക്റ്റ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്. നമുക്ക് എല്ലാ ഫെസിലിറ്റിയിൽ നിന്നും നമ്മളൊരു ഫിലിം ചെയ്യുന്നതും ഇങ്ങനത്തെ ഒരു ഇതിൽ നിന്ന് നമുക്ക് വേറൊരു കണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അതിനകത്തൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. ഈ എക്സൈറ്റ്മെന്റും ഈ എക്സ്പെരിമെന്റ് ഇതും പറയുമ്പോൾ എനിക്ക് ഉറപ്പായിട്ട് ചാപ്പാക്കുരിശ് മെൻഷൻ ചെയ്യാൻ തോന്നുന്നു. ചാപ്പാക്കുരിശിന്റെ എഡിറ്റർ ആയിരുന്നു ഡോൺ. അന്ന് ചാപ്പാക്കുരിശ് ഈ പറഞ്ഞ ഏറ്റവും പുതിയ വിഷ്വൽ ഫോർമാറ്റ് ആയിരുന്നു. സിനിമ ചിത്രീകരിച്ച രീതിയാവട്ടെ, എഡിറ്റഡ് രീതിയാവട്ടെ, ഈവൻ ഫ്രം പോസ്റ്റേഴ്സ് മുതൽ എല്ലാ തരത്തിലും കൗതുകം ഉണ്ടായിരുന്നു ഈ സിനിമ എന്താണെന്ന് അറിയാനായിട്ട്. സ്പെഷ്യലി ക്ലൈമാക്സ് ഫൈറ്റ് ചാപ്പാക്കുരിശിലെ സ്റ്റിൽ ഇത്രയും റോ ആയിട്ട് നമുക്ക് നമ്മുടെ റീകളക്ഷനിൽ ഇതിൻ്റെ ഈ വിനീതിൻ്റെയും ഫാദിനെ മൊത്ത ചോരയും പൊട്ടിക്കെടുക്കുന്ന വാഷ് ബേസ് നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഒരു വിഷ്വൽ സിമ്പിൾസ് ആണല്ലോ. ചാപ്പാക്കുരിശ് എങ്ങനെയാണ് റീകളക്ട് ചെയ്യുന്നത്, അതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസ് എഡിറ്റ് ചെയ്തത്? ചാപ്പാക്കുരിശ് ഒന്ന് ഈ പറഞ്ഞ പോലെ അന്ന് ടെക്നിക്കലി ടോട്ടലി വേറെ ഫിലിം. അത് അന്ന് 70s ഷൂട്ട് ചെയ്തത്. ഒരു ഡിജിറ്റൽ ക്യാമറ ടോട്ടൽ ഒരു DSLR ഫോർമാറ്റിലേക്ക് വരുന്ന ഒരു ഫിലിം. അപ്പോൾ അതിൻ്റെ ഫുട്ടേജിൻ്റെ ഒരു ഇതുണ്ട്. നമുക്കത് എങ്ങനെ വരും അല്ലെ എന്താണെന്നുള്ള ഒരു ഇതുണ്ട്. പിന്നെ ജോമോൻ്റെ ആദ്യത്തെ വർക്കാണ്. അപ്പോൾ അങ്ങനെ കുറേ അവർ നന്നായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ എഡിറ്റ് നോക്കിയാൽ അതിനകത്ത് ഒരു ഷോട്ട് പോലും ഡിസോൾവ് അല്ലെ സ്ലോ മോഷൻ ഒന്നുമില്ല. അതെല്ലാം അങ്ങനെ തന്നെ പ്ലാൻഡ് ആയിരുന്നു. പിന്നെ അതിൻ്റെ എഡിറ്റ് ഈ പറഞ്ഞ ഫൈറ്റ് ആണെങ്കിലും റോയാണ്, ഭയങ്കര റോയാണ്. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി അധികം നമുക്ക് മലയാളത്തിൽ എനിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അത് ചെയ്യുന്ന ടൈമിൽ. പിന്നെ അതിൻ്റെ സ്റ്റോറി നമുക്കത് എങ്ങനെ വേണേലും പറയാവുന്ന ഒരു സ്റ്റോറിയായിരുന്നു. ഒരു നോൺ ലീനിയർ പറയാൻ പറ്റും, ലീനിയറായിട്ട് പറയാൻ പറ്റും. അങ്ങനെ രസമുള്ളൊരു പരിപാടിയായിരുന്നു ചാപ്പാക്കുരിശ്. അത് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ള ഫിലിമായിരുന്നു മൂന്നാമത്തെ ഒരാൾ. അതും ആദ്യത്തെ ഡിജിറ്റൽ ഫിലിം. അപ്പോൾ അതും വലിയ ചലഞ്ചാണ്. കാരണം അത് കഴിഞ്ഞ് DI ചെയ്യാൻ ഇവിടെ ആൾക്കാർ വളരെ കുറവാണ്. അപ്പം നമ്മൾ ബാംഗ്ലൂർ പോകുന്നു, അതിനുവേണ്ടി അത് സ്മോക്ക് എന്ന് പറഞ്ഞ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത് ഈ DI ചെയ്തിട്ട്. അപ്പം അതൊരു ഫിനിഷിങ് സോഫ്റ്റ്വെയർ, ഈ ആഡ്സിന് യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് ഈ സ്മോക്ക്. അപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ്. അന്ന് ഒരു പെർ അവർക്ക് ചിലപ്പോൾ എനിക്ക് അന്ന് 3,000-4,000 റുപ്പീസാണ് ആ ടൈമിൽ. 10-20 വർഷം മുമ്പാണ് അന്ന്. അത് അങ്ങനെ ഒരു പ്രോസസ്സ് വഴി വന്നു. പിന്നെ ഇത് ഡിജിറ്റലി റിലീസ് ചെയ്യുന്നു. അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ രസമുള്ള പരിപാടി. കാരണം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുവാണ്, ഇത് എങ്ങനെ വരും, ഇത് ഡിജിറ്റലി എവിടെ നിന്നാണ് വരുന്നത്, സാറ്റലൈറ്റ് ആണോ, അന്ന് വൈഫൈ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അത് ഇത്രയും തിയേറ്റേഴ്സ് ഇവർ എടുക്കുന്നു, അതിനെ റീമോഡൽ ചെയ്തിട്ട് സ്പീക്കേഴ്സ് മാറ്റുന്നു, ഇതിനു വേണ്ടി വരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ ഇപ്പോഴത്തെ ക്യൂബ് UFO പോലെ അന്ന് വന്ന ഒരു എംലാൻഡറിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ മൂന്നാമത്തെ റിലീസ്. പക്ഷെ അത് റിലീസായി. ഈ പറഞ്ഞ 11 മണി അല്ല 12 മണി ഷോയ്ക്ക് റിലീസ് ആവുന്നു. അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ഒരു വലിയ ഭാഗ്യമാണ്. ഫസ്റ്റ് പടത്തിന്റെ തന്നെ പാർട്ടാവാന്ന് പറയുന്നത്. ഈ ഇതുപോലെ കാണിക്കാൻ തോന്നുന്നു എനിക്ക് അണ്ണൻ തമ്പിയിൽ 2 മമ്മൂക്ക ഓൺ സ്ക്രീൻ നമ്മൾ വർഷങ്ങളായിട്ട് പല രീതിയിൽ പല സോഫ്റ്റ്വെയറുകളിൽ കണ്ടിട്ടുണ്ട് ഈ ഡബിൾ റോളുകൾ ഒക്കെ വരുന്നത്. ഈ അണ്ണൻ തമ്പി ചെയ്യുന്ന സമയത്ത് ഒരു കമേഴ്ഷ്യലി പാക്ഡ് പടമാണല്ലോ.
ഇതിൽ ഈ അപ്സ് ഹൈസ് ഉണ്ട്. ഇതിൽ പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ആന്റഗണിസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി സിനിമയുടെ ഒരു പോയിന്റ് വരെ ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലാണല്ലോ, ഈ അപ്പു അച്ചു കോമ്പിനേഷൻ എന്നുള്ളത്. അത് ബാലൻസ് ചെയ്യാന്നുള്ളത്, പിന്നെ ഈ പാട്ടുകൾ, എല്ലാ തരത്തിലും പാക്ട് പടം. ഒപ്പം മമ്മൂക്കയുടെ ഡ്യുവൽ റോൾ എന്നുള്ളത് എഡിറ്റിൽ അതൊരു ചലഞ്ചായിരുന്നോ? എന്താ ഒരു മെമ്മറി എന്താ ശരിക്കും അണ്ണൻ തമ്പിയുടെ? അനന്തപുരിയുടെ തീർച്ചയായിട്ടും ഈ ഡബിൾ ആക്ഷൻ ചെയ്യാന്ന് പറയുന്നത് അന്ന് കുറച്ച് പാടാണ്. മീൻസ് അതിനൊരു പ്രോപ്പർ ഒരു സൂപ്പർവൈസർ, അപ്പം നമുക്ക് അന്ന് ഫിലിമിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ അതിന് അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്യുന്ന പ്രോപ്പർ അല്ലെങ്കിൽ ഈ ഐലൈൻ മാച്ചിങ്ങും പരിപാടികളൊക്കെ പ്രോബ്ലംസ് വരും. അതൊക്കെ നല്ല ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ പിന്നെ ഈ റിയാക്ഷൻസ് ഇടുന്നു, അത് എവിടെ ഏത് ആൾ റിയാക്ട് ചെയ്യല്ല, അങ്ങനത്തെ ഒരു എൻ്റെ എഡിറ്റ് പ്രോസസ്സ് ഭയങ്കര രസമായിരുന്നു. പിന്നെ അൻവറുമായിട്ടുള്ള ഒരു നല്ല ബന്ധം, ഈ പറഞ്ഞ രണ്ടാമത്തെ സിനിമ മുതൽ നിങ്ങൾ ഒരുമിച്ചായിരുന്നു. അതെ, അൻവർ ഷാസ് മേക്കർ ശരിക്കും ഒരു എന്താ പറയാ, നിങ്ങളുടെ ഡിസ്കഷൻസ് ഇതൊക്കെ ഒരു അപ്ഗ്രേഡിങ്, അപ്ഡേറ്റിംഗ്, സിനിമ ലിറ്ററസി ഇതിലൊക്കെ കൃത്യമായ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് അത് കാരണം ഒന്ന് നമ്മൾ ഇത് ഷൂട്ട് ചോട്ടാമുമ്പയൊക്കെ ഷൂട്ട് നടക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ കലൂർ ഒരു സ്റ്റുഡിയോയിലുണ്ട്. അവിടെ രാത്രി നമ്മൾ എഡിറ്റ് ചെയ്യുന്നു. അൻവർ ഷൂട്ട് കഴിഞ്ഞ് രാത്രി വരുന്നു, നമ്മൾ റഷ് ഓർഡർ ചെയ്ത് കാണുന്നു, നെക്സ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പാരലൽ ആണ് അത് എഡിറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ അത് അന്ന് ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. നമ്മളൊരു ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറില്ല. നമ്മൾ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഇവരായിട്ട് ത്രൂ ഔട്ട് നമ്മൾ സഞ്ചരിക്കുന്നതുകൊണ്ട് നമ്മളുടെ വേവ് ലെങ്ത് മാച്ച് ആകുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്റെ സ്ട്രെങ്ത് ആണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു, എന്റെ വീക്ക്നെസ് ആണെന്ന് അവർ അറിയുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഈ ഇത്രയൊക്കെ പറഞ്ഞ സമയത്ത് ഈ ലോങ് ജേർണിയില് ഞാൻ വളരെ ക്യൂരിയസ് ആവുന്നത്, ഒരു എഡിറ്റർക്ക് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് അത് അത്ര എളുപ്പമാണ്. കാരണം ഇപ്പോഴത്തെ ഒരു പോസ്റ്റ് കോവിഡ് സിനാരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ടെക്നിക്കൽ സൈഡിൽ എല്ലായിടത്തും എൻട്രി ഓപ്പൺ ആണ്, കുറച്ചും കൂടെ ആക്സസ് എളുപ്പമായിട്ടുണ്ട്, ആളുകൾ വരുന്നുണ്ട്. അവിടെ ഒരു ബെസ്റ്റ് കൊടുത്ത് നിൽക്കുക, നമ്മൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക, അപ്ഗ്രേഡഡ് ആയിക്കൊണ്ടിരിക്കുക. ശരിക്കും ഈ ലോങ് ജേർണിയിൽ ഇപ്പോൾ ക്രോണിക് ബാച്ചലർ മുതലൊരു ട്രേഡർ കട്ട് ചെയ്ത് തുടങ്ങിയ ഒരു ജേർണി ഇൻഡസ്ട്രിയായിട്ട് ലിങ്ക് ചെയ്ത് പറയാലോ. അവിടെ മുതൽ 2026 എത്തി നിൽക്കുന്ന സമയത്തേക്ക് ഡോൺ മാക്സിന്റെ ഈ ജേർണി അത്ര എളുപ്പമായിരുന്നോ, ടഫായിരുന്നോ, എന്തായിരുന്നു ശരിക്കും എഡിറ്റർ ജേർണി? തീർച്ചയായിട്ടും നമുക്കൊരു എന്താ പറയുക, എഡിറ്റർ അല്ലെ ഒരു ഫിലിം മേക്കർ അല്ലെ, എന്താണ് ഒരു ഫിലിം ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ഒരാൾ എപ്പോഴും ഒരു എന്താ പറയുന്ന ഒരു ഹാപ്പി ജേർണി ആയിരിക്കില്ല. അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് എന്താണല്ലോ ഉണ്ടാകും. നമുക്കപ്പോൾ അതിനകത്ത് പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. നമ്മളത് ഈ പറയുന്ന എന്താ പറയുക, ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കാകാതെ വരുന്നു. അത് ചിലപ്പം നമുക്കത് ചില നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ചില സാധനങ്ങൾ കിട്ടാതെ വരുന്നു. റിസൾട്ട് വർക്ക് ചെയ്ത പടങ്ങൾ ചിലപ്പം വർക്കാകാതെ വരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം പ്രസൻറ്റ് ഇപ്പോൾ ഈ ആഫ്റ്റർ കോവിഡ് ഒരു ഓൾമോസ്റ്റ് ഒരുപാട് ടാലൻസ് ഉണ്ട്. ഇപ്പം റീൽസൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഒരുപാട് നല്ല രസമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ യൂത്ത് പിള്ളേരൊക്കെ ആണെങ്കിലും നന്നായിട്ട് ഒരുപാട് ചെയ്യുന്ന എഡിറ്റേഴ്സും ഉണ്ട്. അവർക്ക് ഇതുണ്ട്. അപ്പം നമ്മൾ ഈ അങ്ങനെ എപ്പോഴും ചലഞ്ചിങ് ആണല്ലോ നമ്മുടെ ഈ കരിയർ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മളും റെലവന്റ് ആണെന്ന് നമ്മളെ തന്നെ ആദ്യം ബോധിപ്പിക്കുക. അതെ, പിന്നെ അതിൽ ഈ നമ്മുടെ ഒരു വർക്ക് ചെയ്ത ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഒരു ഫിലിമിൽ നിന്ന് വർക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് ഡിജിറ്റലിൽ നിന്ന് മാറുന്നു, അല്ലെ ഇതിങ്ങനെ വരുന്നു, പിന്നെ അത്രയും വലിയ ടെക്നീഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യുന്നു, എല്ലാ ലാംഗ്വേജിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അതൊക്കെയാണ് നമ്മുടെ ഒരു പേഴ്സണൽ അച്ചീവ്മെന്റ് ആയിട്ട് ഓൾ ടൈം ആയിട്ട് അത് ഭയങ്കര ഒരു മൊമെന്റും കൂടെയാണല്ലോ. അതിൽ ഈ ഫിലിം ടു ഡിജിറ്റലി ട്രാൻസിഷൻ സംഭവിക്കുമ്പോഴേ ഇതിന്റെ മിഡ് വേയിൽ വന്ന ആൾക്കാരാണല്ലോ, രണ്ട് സൈഡിലും നിൽക്കേണ്ടി വന്നു, രണ്ട് സൈഡിലും ബെസ്റ്റ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്താ ശരിക്കും ഇതിലൊരു ഈ ഒരു ചേഞ്ച് കൊണ്ട് ഇപ്പോൾ ഒരു എഡിറ്റർക്ക് ജോബ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആവുന്നുണ്ട്. ടോട്ടൽ പ്രോസസ്സിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ഫിലിം മേക്കിംഗ് പ്രോസസ്സിൽ തന്നെ നോക്കുവാണെങ്കിൽ ഫിലിം ടു ഡിജിറ്റലിൽ ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഫിലിമായുന്ന സമയത്ത് എന്താ പ്ലാൻഡ് ഷോട്ട്സ് ആണ് സംഭവിക്കുന്നത്. അവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഷോട്ട്സിലോട്ടല്ല പോകുന്നത്. ഒരു എഡിറ്റും കൂടെ കണ്ടുകൊണ്ടാണ് ഒരു ഷോർട്ട് ഡിവിഷൻ ചെയ്യുമ്പോൾ തന്നെ ഇത് മതി, കൃത്യം അത് എടുത്തു പോകുന്നു. കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് ഡിജിറ്റൽ വന്ന സമയത്തേക്ക് മൾട്ടിപ്പിൾ ആംഗിൾസ്, റിപ്പീറ്റഡ് ഷോട്ട്സ്, അതിൻ്റെ ഒരു ഈ പറഞ്ഞ വ്യാപ്തിയെ പറ്റി പലപ്പോഴും പലരും സംസാരിച്ച് കണ്ടിട്ടുണ്ട്. ഡോൺ എന്താ തോന്നുന്നു ഇതിൻ്റെ ഒരു കൺവീനിയൻസ് മാറുന്നതിനനുസരിച്ചിട്ട് പ്രോസസ്സിൽ മാറ്റം എങ്ങനെയാണ് വരുന്നത്? എനിക്ക് പഴയ ഫിലിം മേക്കിംഗ് തന്നെയാണ് ഇഷ്ടം. അതിന് കുറച്ച് ഡിസിപ്ലിൻഡ് ആണ്. അത് പിന്നെ നമ്മൾ ഈ എന്താ പറയുന്നത്, ഇവര്
നമ്മളതിനെ ഒരു ഇപ്പം ഡിജിറ്റലിനെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ പലരും പറയും ഓ അതല്ല അങ്ങനെയല്ല, അത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് പറയും. പക്ഷെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഡിജിറ്റലിലേക്ക് വന്നത് ഒരു പരിധി വരെ വളരെ നല്ലതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ഇപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫിലിം തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫിലിം മേക്ക് ചെയ്യാൻ പറ്റിയ തന്നെ ഡിജിറ്റൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതുകൊണ്ടാണ്. ഫിലിമിലൊക്കെ ശരിക്കും ഒരിക്കലും നമുക്ക് അങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഫിലിം ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് നമുക്ക് ഇതിന് പ്ലസ്സും ഉണ്ട്, ഇൻ ദ സെയിം ടൈം ഡ്രോബാക്സും ഉണ്ട്. പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം. നമുക്കൊരു DSLR വെച്ച് ഒരു ഫിലിം മേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മൊബൈലിൽ വെച്ച് നമുക്ക് ഫിലിം ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ ഒരു ഡയറക്ടറിന്റെ എന്താ പറയുന്ന ഒരു റീല് പോലെ വേണമെങ്കിൽ പുള്ളിക്ക് അത് ഷോ റീല് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പം ദ സെയിം ടൈം നമ്മൾ ആ ഓൾഡ് സ്കൂൾ അല്ല ഫിലിം മേക്കിംഗ്, ഓൾഡ് സ്കൂൾ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ എഗെയിൻസ്റ്റ് തിയറി ആയിട്ടുള്ള ആളായിരുന്നു. പക്ഷെ അത് തിയറി വേണം, അത് ഞാൻ റൂള് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളായിരുന്നു ആ ടൈമിൽ. പക്ഷെ അത് അങ്ങനെയല്ല. അത് അപ്പോൾ ആ ഒരു ഫിലിം മേക്കിംഗ് നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആണ്. നമുക്കൊരു ഫിലിം ചെയ്യുമ്പം അതിനകത്ത് വർക്ക് ചെയ്യുന്ന അന്ന് എല്ലാം അറിയാവുന്ന ആൾക്കാരാണ്. എല്ലാം അറിയാവുന്ന മീൻസ് ഇപ്പം ഞാൻ പറഞ്ഞ ഇപ്പോൾ ഉള്ളവർ അറിയത്തില്ലെന്നല്ല പറയുന്നത്, അന്ന് ഒരു ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഒരാൾക്കൊരു കണ്ടിന്യൂറ്റി ചോദിച്ചാൽ അത് ഈസി ആയിട്ട് പറയും. അതിന് മുമ്പ് 3 ദിവസം മുമ്പ് എന്തായിരുന്നു കണ്ടിന്യൂറ്റി, ഒരു ബുക്ക് നോക്കാതെ മൊബൈൽ നോക്കാതെ പറയാൻ പറ്റും. പക്ഷെ ഇപ്പം നമുക്കത് പെട്ടെന്ന് ഒരു ഫോട്ടോ എടുത്ത് നോക്കാതെ പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ ഒരു ഇത് പിന്നെ അതുപോലെ ആ ഒരു റിപ്പോർട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് ഒരു ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു ആ ടൈമിൽ. കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രോപ്പർ സ്ട്രക്ചറിൽ ഫംഗ്ഷൻ ചെയ്യുന്ന സമയമായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്. പിന്നെ ഒരുപാട് എന്താ പറയുക, ഇപ്പോൾ എയും കൂടെ വന്നപ്പോൾ ഫിലിം മേക്കിംഗ് നമുക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്കായാലും. ഇത്രയും സിനിമകളൊക്കെ എഡിറ്റ് ചെയ്യുന്നു, ഉറപ്പായിട്ടും എനിക്ക് ചോദിക്കാനുള്ളത് ഈ ഡോണിനെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകളെ കുറിച്ചാണ്. അതിപ്പോൾ ഒരു എഡിറ്റർ പെർസ്പെക്റ്റീവ് തന്നെ ആവണമെന്നില്ല, ആസ് എ പ്രേക്ഷകൻ കണ്ട സിനിമകളിൽ മലയാളം തന്നെ പറയണമെന്നില്ല, അതർ ലാംഗ്വേജ് മൂവീസ് ആവാം, ഭയങ്കര വണ്ടറായി തോന്നുന്ന മൊമെൻറ്റ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു സീക്വൻസ് ആവാം, അല്ലെങ്കിൽ ഒരു ഷോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഹോൾ സിനിമയായിരിക്കാം. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്ത 1-2 സിനിമകൾ ഷെയർ ചെയ്യാമോ? അത്രയും കിക്ക് വന്നിട്ടുള്ള. എനിക്ക് കൂടുതലും ഈ രാം ഗോപാൽ വർമ്മ ഫിലിംസ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഫാനാണ്. അപ്പോൾ അത് നമ്മുടെയൊക്കെ ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ എൻ്റെ ഒരു കോളേജ് ടൈമിലൊക്കെ നമ്മൾ കാണുന്ന ഫിലിംസും നമ്മൾ ഭയങ്കരമായിട്ട് വണ്ടർ അടിച്ച ഫിലിംസാണ്. ഇപ്പം കമ്പനി അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ സത്യ, അത് ആ ഒരു ജോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ. പിന്നെ ഓഫ് കോഴ്സ് അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒരു വിദേശ ഫിലിംസ്, അതർ ഫോറിൻ ഫിലിംസ് കാണാൻ തുടങ്ങുന്നു. അതിലൊരുപാട് ഇഷ്ടപ്പെട്ട ഫിലിംസ് ഉണ്ട്. അത് ഓരോ ഫിലിമിൻ്റെയും, അതായത് നമ്മൾ ഇപ്പോൾ സ്പാനിഷ് ത്രില്ലേഴ്സ് അത് നല്ലതാണ്. ഇപ്പോൾ അല്ല കൊറിയൻ ഫിലിംസ് വരുന്നുണ്ട്, പിന്നെ ഇന്തോനേഷ്യൻ ഫിലിംസ്, അങ്ങനത്തെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ജോണ്ടല്ലോ. ഇപ്പോൾ ഞാൻ കൂടുതലും ആക്ഷൻ അല്ലെങ്കിൽ ത്രില്ലർ ഫിലിംസ് ആണ് ത്രില്ലറാണ് എനിക്ക് കൂടുതലും താല്പര്യമുള്ളത്. അപ്പോൾ അത് കൂടുതലും ഈ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഫിലിംസ് ഉണ്ട്. അതിൽ ഒരു നമ്പറിൽ ചിലപ്പോൾ ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് മാൻ ഓൺ ഫയർ ഭയങ്കര ഇഷ്ടമുള്ള ഫിലിമാണ്. അത് എപ്പോഴും എൻ്റെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് ഫിലിമാണ്. അതിൻ്റെ ആ ഒരു എഡിറ്റ് സ്റ്റൈലും സ്കെയിലും എല്ലാ തരത്തിലും ടോണി സ്കോട്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പടവും. ഈ കമ്പനി മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ബെസ്റ്റ് ആക്ടർ എനിക്ക് ചോദിക്കണം എന്ന് തോന്നുന്നു. ബെസ്റ്റ് ആക്ടറും ഈ പറഞ്ഞൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ അധ്യാപകന്റെ ജീവിതവും സിനിമയും ഒക്കെ കണ്ടു ചെയ്യുമ്പോഴും അതിൻ്റെ ഇൻ്റർവെൽ ബ്ലോക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തിയേറ്ററിൽ ആ സീക്വൻസിന് ഉണ്ടായ ഈ ചിയേഴ്സും ആളുകൾ ചാടി മറിഞ്ഞ് എൻജോയ് ചെയ്ത് പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ ഉറപ്പായിട്ടും. ഈവൻ അതിൻ്റെ വിഷ്വൽ ഗ്രാമർ മുതൽ എഡിറ്റർ അടക്കം ഈ ഫാസ്റ്റ് കട്ടിൽ ഇയാളെ ചിങ് 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 കാണിക്കുന്നത്, സ്ലോമോ നടത്തം, ഈ പിക്ചർ അവയവാക്കിയ ഡയലോഗ്, എല്ലാ തരത്തിലും ഒരു പാക്ഡ് മസാല മൂവിയുടെ ഹൈ ആയിരുന്നു ഈ പെർട്ടിക്കുലർ ഇൻ്റർവെൽ ബ്ലോക്കിൽ ബെസ്റ്റ് ആക്ടറിൽ. അതിൻ്റെ ഒരു മെമ്മറി പറയാമോ? അതിൻ്റെ ഒരു ഈ പറഞ്ഞ ഷോട്ടുകൾ ചൂസ് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അതൊരു അത്തരം സംഭവങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് ഈ പറഞ്ഞ ഗൂസ് ബംസ് മൊമെന്റ് അല്ലെങ്കിൽ ഒരു ഹൈ അത് അവിടെ കിട്ടുന്നുണ്ടോ ശരിക്കും എഡിറ്റേബിളിൽ? ഇത് ബെസ്റ്റ് ആക്ടർ അതിൽ എന്താ പറയുന്നത്, ഒരു പീക്ക് മൊമെന്റ് ആണല്ലോ അതിൻ്റെ ഒരു ഭയങ്കര കൊമേഴ്ഷ്യൽ ആംഗിളും ഇൻ ദ സെയിം ടൈം അതിൻ്റെ സ്റ്റൈലിഷ് ഏരിയ ആണ്.
അത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ആ ഒരു ഇത് കിട്ടും. ഒന്ന് നമ്മളത് ചെയ്യുന്ന ടൈമിൽ ഞാൻ കൂടുതലും ചിലപ്പോൾ ഒരു ബേസിക് റെഫറൻസ് ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്യും, അത് എൻ്റെ ഒരു മൂഡ് കിട്ടാൻ വേണ്ടി. അന്ന് അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമാണ്. നമ്മൾ പിന്നെയും കാണും അതിൻ്റെ ഒരു മൊമെന്റ്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്. കാരണം അതുവരെ വന്ന ക്യാരക്ടർ അല്ലല്ലോ അധ്യാപകനിൽ നിന്ന് ആ ഒരു ട്രാൻസ്ഫോം ആകുന്നു, അവിടുന്ന് റിജക്റ്റ് ആവുന്നു, തിരിച്ചു വരുന്നു. അതിൻ്റെ ഒരു ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെ. ഈ കമേഴ്ഷ്യൽ സിനിമകളോടുള്ള ഇഷ്ടം പറഞ്ഞു. കമേഴ്ഷ്യൽ സിനിമകൾ എഡിറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്റ്റാറുകൾ വരുന്ന സമയത്തേക്ക് സ്റ്റാർസിനെ പ്രസന്റ് ചെയ്യുന്നത്, അതിപ്പോ വിജയ്, ഈ പറഞ്ഞ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ്, എല്ലാ തരത്തിലും സ്റ്റാർസിനെ വിഷ്വലി പ്രസന്റ് ചെയ്യുക. അവിടെ ചിലപ്പോൾ ഇവരുടെ തന്നെ ഒരു 10 പടം മുന്നത്തെ ഉണ്ടാവാം, ഇത് ഭയങ്കര ഫാൻ ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റുകൾ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള പല സിനിമകൾ ഉണ്ടാവാം. ഈ എങ്ങനെ ശരിക്കും ഒരു സ്റ്റാറിനെ പ്രസന്റ് ചെയ്യുന്ന പോയിന്റ്, അവിടെ ഒരു എക്സ്ട്രാ കോൺഷ്യസ് എഫേർട്ട് ഉണ്ട്. പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ പടമാകുമ്പോൾ ഓക്കെ ഇവിടെ അടിക്കണം, ഇവിടെ ആളുകൾ ഭയങ്കര ഹാപ്പി ആവണം, ഇവിടെ എന്നാ മ്യൂസിക് ഇച്ചിരി കയറ്റിയിടാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അത് ഞാൻ ക്യൂരിയസ് ആയി ചോദിക്കുന്നതാണ്. ഒരു സ്റ്റാർ ഓറ ഡെലിവർ ചെയ്യുന്ന ഒരു സീക്വൻസ് എഡിറ്റ് ചെയ്യുന്നത്, അത് ആ സീൻ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ഇപ്പൊ നരസിംഹത്തിനകത്ത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി എന്ന് പറയുന്ന പോലെ ആ ഒരു അത് പറഞ്ഞിട്ട് ആ സിംഹത്തിന്റെ ഇന്റർകട്ട് കാണിക്കുമ്പോഴാണല്ലോ അതിനകത്ത് പഞ്ച് വരും. ഇപ്പൊ ഈ സെയിം ടൈം തന്നെ നമുക്ക് അതിനകത്ത് എന്ത് എലമെന്റ്സ് ആയിരിക്കും ഇവർ പറയാൻ പോകുന്നത്, അപ്പൊ അതിനെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും, അല്ലെ അതിനകത്ത് എന്ത് ഗിമ്മിക്ക് നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ അങ്ങനെ ആലോചിക്കും. ചിലപ്പോ ഈ ഇതായിട്ടുള്ള ഈ ഇപ്പോ നമ്മുടെ ഫോർ എക്സാമ്പിൾ ഈ ജില്ലയൊക്കെ ചെയ്ത ടൈമില് ജില്ലയിലൊക്കെ വിജയ് സാറിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ലീഡ് എങ്ങനെ ചെയ്യാൻ പറ്റും, അത് ഏത് സ്കെയിലിൽ വെച്ചാലും അത് വർക്കാവും. പിന്നെ അതിന് ഒരു എന്താണെന്ന് നമുക്കറിയാം, ഇവിടെ ഒരിക്കലും ഒരു സ്ലോ സാധനമല്ല, ഒരു പീക്ക് റിതമിക് സ്കോർ ആയിരിക്കും അവിടെ വരാൻ പോകുന്നത്. അപ്പൊ അത് ഒരു മാസീവ് സാധനമായിരിക്കും. അത് എങ്ങനെയാന്നുള്ള മൈൻഡിൽ ഒരു ജസ്റ്റ് ഒരു വിഷ്വൽ ചെയ്യുക, അതിനെ വെച്ചിട്ടായിരിക്കും അത് ചെയ്യുന്നത്. അപ്പൊ രണ്ട് സ്റ്റാർസ് ഒരുമിച്ചുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു ടൈമിങ്ങും അതിനെങ്ങനെയായിരിക്കും അവർ പറയുന്നത്, ഇന്റർകട്ട് എവിടെ പോകണം, അല്ലെ റിവീൽ ചെയ്യുന്ന മൂമെന്റ് എവിടെയായിരിക്കണം, എത്ര ബിൽഡപ്സ് അതിന് വേണം. അതുണ്ടല്ലോ അല്ലേ. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതാണെങ്കിൽ അത് ഇപ്പൊ 3 ആംഗിൾ ഉണ്ട്, ചിലപ്പോൾ ഞാൻ 3 ആംഗിളും കട്ട് ചെയ്തിടും, റിപ്പീറ്റ് ഒക്കെ ഇട്ടൊക്കെ ചെയ്യും. അത് പറഞ്ഞു വണ്ടി എനിക്ക് തോന്നുന്നു അണ്ണൻ തമ്പിയിൽ അപ്പൂന്റെ ഇൻട്രോ, അതൊരു പ്രോപ്പർ തെലുങ്ക് മൂവി ഇൻട്രൊഡക്ഷൻ ആണല്ലോ. വരുന്നു, ഡോർ തുറക്കുന്നു, ചാടി നിൽക്കുന്നതിന്റെ ബാക്ക് ഷോട്ടാണ്, കാലിന്റെ ക്ലോസ്, ഈ പൂക്കൊട്ട മൊത്തം മറിഞ്ഞ് പൂവില് ഒരു ഡോർ അടയ്ക്കുന്നിടത്താണ് മമ്മൂക്ക കാണിക്കുന്നത്. അതിന്റെ ശരിക്ക് ഒരു മലയാളം ടെംപ്ലേറ്റ് വിട്ട് ഒരു പരീക്ഷണം ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നമുക്ക് ആ ഒരു മാസീവ് എലമെന്റ്സ് എന്തൊക്കെ ഉണ്ട്, നമ്മളിപ്പോ ഷൂട്ട് ചെയ്തതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ നോക്കുക. അതിനെ ചിലപ്പം ഒരു ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു എന്തായിരിക്കും, ഒരു കഴുകൻ പറന്നു പോകുന്ന, അല്ലെങ്കിൽ ഒരു പരുന്ത് പറന്നു പോകുന്ന അങ്ങനത്തെ ഒരു ഷോട്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു എലമെന്റ് ആയിരിക്കും ചിലപ്പം ഇത്. ആ കൊമേഴ്ഷ്യൽ ആംഗിളിൽ അത് ആ സബ്ജക്റ്റിനും ഇതിനും എങ്ങനെ വർക്ക് ആവുന്നുള്ളതായിരിക്കും. ചിലപ്പോൾ നമ്മൾ വിഷ്വലി, ചിലപ്പോൾ ഇല്ലെങ്കിൽ ഗ്രാഫിക്കലി ആയിരിക്കും. ചിലപ്പോൾ ഒരു ഇപ്പോൾ നമ്മള് രജനി സാറിന്റെ കണക്ക് സൂപ്പർ സ്റ്റാർ രജനി എന്ന് പറഞ്ഞിട്ട് എഴുതി വരുന്ന അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അവസാനമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ സിനിമകളുടെ റിലീസുകളുടെ എണ്ണം തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ കൂടുന്നു, കുറയുന്നു, ഇതിൽ ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നു. അവൈലബിൾ ആണ് ആളുകൾക്ക് ഒരുപാട് സിനിമകൾ. ഇപ്പോൾ ഒരു വീക്കിൽ തന്നെ 4ഉം 5ഉം സിനിമകൾ ഇറങ്ങുന്ന സിനാരിയോ ഉണ്ട്. അവിടെ പ്രേക്ഷകർ ഒരു സിനിമ ചൂസ് ചെയ്യുന്നത്, കാണുന്നത്, ആക്സെപ്റ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രേക്ഷകർ ടേസ്റ്റിന് ഇപ്പോഴും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവിടെയാണ് ഇതിന്റെ മാജിക് നടക്കുന്നതെന്ന് എപ്പോഴും പറയുന്നു. തിയേറ്ററിൽ റിലീസാവുന്ന സമയത്തേക്ക് ഈ ഓഡിയൻസ് റെസ്പോൺസ്, അല്ലെങ്കിൽ ഓഡിയൻസിനെ റിസീവ് ചെയ്യുന്നത്, അതിൽ വളരെ കോൺഷ്യസ് ആയിട്ടുള്ള അത്തരം ഈ കൺഫ്യൂഷൻസോ കൂടുതൽ കോൺഷ്യസ് ആയിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ, ആ രീതിയിൽ ഓഡിയൻസ് റിസീവിങ് ഫാക്ടർ അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഒരു ഫിലിം മേക്കർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു വലിയ ഒരു ചലഞ്ചാണ്. കാരണം നമ്മളൊരു ഇപ്പം മലയാളത്തിലെ ഒരുപാട് ഫിലിംസും പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ പുതിയ കണ്ടന്റുകളും അംഗീകരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാന്ന് പറയുന്നത്. എങ്കിൽ നമ്മൾ അതിനൊരു അതിന് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്കതിനെ. അത് ഇപ്പം ഇങ്ങനത്തെ ഒരു ഫിലിം ആകുമ്പം അത് ചിലപ്പം അങ്ങനത്തെ ഒരു ഫിലിമിനെ കാണണം, അല്ല ഇതിൽ സംതിങ് ഉണ്ട്, അല്ല ആ ഒരു ഇതോടുകൂടി ഇപ്പോൾ ഒരുപാട് എൻ്റെ ഫിലിം മാത്രമല്ല ഒരുപാട് ഫിലിംസ് ഈ സെയിം ഇതിൽ പോകുന്ന ഒരു സെനാരിയോ ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ അതിനകത്ത് ഇതെന്തുകൊണ്ട് കാണണം. അപ്പോൾ എനിക്ക് ഈ അറ്റിൻ്റെ ഒരു വലിയൊരു പ്ലസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ഇതൊരു തിയേറ്ററിക്കൽ ഫിലിമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഫിലിം.
അപ്പോൾ തിയേറ്ററിൽ നമുക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈൽ, ഇപ്പം നമ്മളിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഭയങ്കര ഒരു ഹൈ കോൺട്രാസ്റ്റ് ലോ ലൈറ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് Okay. പാറ്റേൺ. അതിൻ്റെ കളേഴ്സും അതിൻ്റെ VFX-ഉം എല്ലാം. VFX ഒക്കെ എനിക്കൊന്ന് ക്ലോസ്ലി നമുക്കൊരു VFX അങ്ങനെ വലിയ ഈ മറ്റേ ബാഹുബലി VFX അല്ലേ പറയുന്നത്, കൈൻഡ് ഓഫ് ഒരു മനസ്സിലായി. മോഷൻ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ടൈം എടുത്ത് നമ്മൾ വർക്ക് ചെയ്തതാണ്. അതിൻ്റെ ഇപ്പം നമുക്ക് അങ്ങനെ ഒരു ടെംപ്ലേറ്റ് അവൈലബിൾ അല്ല. ഇപ്പോൾ AI വന്നപ്പോൾ ഇപ്പോൾ ഈസിയാണ്. അന്ന് അതില്ല. അപ്പോൾ എല്ലാം നമ്മൾ മാനുവലി ഒരു VFX ആർട്ടിസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബിഗ് സ്ക്രീനിൽ വന്നാൽ ഭയങ്കര രസമായിരിക്കും. നമ്മൾ കോൺഫിഡൻ്റ് ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു മ്യൂസിക് സൈഡാണെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒരു ഈ ഹാക്കേഴ്സും അങ്ങനത്തെ ഒക്കെ ഒരു ടെക്നോ EDM ആ ഒരു പാറ്റേൺ ആണ് അതിൻ്റെ സ്കോറിങ്ങും കാര്യങ്ങളും പോകുന്നത്. അപ്പോൾ വിഷ്വലി പ്ലസ് സൗണ്ടിങ് ഇൻ ദ സെയിം ടൈം പെർഫോമൻസ് വൈസ് എന്താണുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടായിരിക്കും ആ ഇതിനകത്ത്. അതാണ് ഈ പറഞ്ഞ എഡിറ്റർ ഡയറക്ടർ എന്നുള്ള കോൺഫിഡൻസ് ഇരിക്കുന്നത്. ആഫ്റ്റർ അറ്റ് എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ, പ്ലാനുകൾ, ആഗ്രഹങ്ങൾ? എനിക്ക് ഇഷ്ടമുള്ള കുറേ ഫിലിംസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുറേ ജോണറുകളുണ്ട്, സബ്ജക്റ്റുകളുണ്ട്. ഇതൊക്കെ ചെയ്യണം. കംപ്ലീറ്റ് ഫിലിം മേക്കിങ്ങിലേക്ക് തന്നെ ഇറങ്ങാനുള്ള പ്ലാനാണ്. മലയാളത്തിൽ ഈ അടുത്ത് മലയാള സിനിമയെ പറ്റി എല്ലാ ഇൻഡസ്ട്രി സംസാരിക്കുന്നു. മലയാളത്തിലെ ബെസ്റ്റ് മൂവീസിന് ആളുകൾ സജസ്റ്റ് ചെയ്യുന്നു. ആ പോയിന്റിൽ മലയാളം സിനിമ ഇൻഡസ്ട്രിയുടെ പാർട്ടായിരിക്കുന്ന മേക്കർ, എഡിറ്റർ എന്ന രീതിയിൽ ഈ കഴിഞ്ഞ കാലയളവിൽ എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈ ചെയ്ത അല്ലെങ്കിൽ അതിൽ ഒരു ഹൈ തന്ന ഒരു സിനിമ സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഉണ്ടോ ശരിക്കും? ഞാൻ ഇപ്പോൾ ഒരു ടൈമിങ് ഞാൻ അങ്ങനെ ഫിലിംസ് അധികം എഡിറ്റ് ചെയ്യുന്നില്ല. ഞാൻ കൂടുതലും ഈ ട്രെയിലേഴ്സും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അല്ലാതെ വർക്ക് വൈസ് ചെയ്യുമ്പോൾ എനിക്ക് റൊഷാക്ക് ഭയങ്കര ഫേവറേറ്റ് ഫിലിമാണ്. എനിക്ക് അതിൻ്റെ എഡിറ്റും എല്ലാം ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തൊരു ഫിലിമാണ്. അതുപോലെ ഡേസറ, അതൊക്കെ ഭയങ്കര എക്സലൻറ്റ് ക്രാഫ്റ്റ്, എക്സലൻറ്റ് വർക്കാണ്. അതിൻ്റെ ഷഫീഖൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രസമുള്ള ഫിലിംസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും ലോങ് ജേണി നിൽക്കുന്ന സമയത്തേക്ക് പുതിയ പുതിയ സിനിമകൾ ഈ രീതിയിൽ പ്ലീസിംഗ് ആയി വരുന്ന സമയത്തേക്ക് പേഴ്സണൽ ഹാപ്പിനെസ് ഉണ്ടല്ലോ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന്. തീർച്ചയായിട്ടും നമ്മൾ ചില ആഗ്രഹിക്കുന്ന ചില സിനിമകളാണ് നമുക്ക് ചിലപ്പോൾ പോയോ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്നൊരു ഇത് തോന്നുന്നില്ല. അത് തോന്നുന്നുണ്ട്. അങ്ങനത്തെ ഒരു പടങ്ങൾ ഇനിയും വരട്ടെ. ഇനിയും കാരണം ടേസ്റ്റ് മാറിയില്ല ഓഡിയൻസ്. നമ്മള് പറഞ്ഞ പോലെ നമ്മൾ 5-6 കണ്ടന്റുകൾ ആഴ്ച വരുന്ന സമയത്ത് നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ അങ്ങനത്തെ ഒരു കണ്ടന്റ് യൂണിക്കായി നിൽക്കാന്നുള്ള യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്ന പോലെ സിനിമകളുടെ വരട്ടെ. അപ്പൊ എന്തായാലും എല്ലാവിധ ആശംസകളും അറ്റ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടട്ടെ. ഈ പറഞ്ഞ പോലെ ഫിലിം മേക്കർ ജേണി കൂടുതൽ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. ഓക്കെ, താങ്ക് യു.